വേളിക്ക് വെളുപ്പാങ്കാലത്ത് രാമായണത്തെക്കുറിച്ച് പറഞ്ഞ വിടുവായുത്തം. നിങ്ങൾക്കും അതൊരു വിടുവായുത്തമായി തോന്നുകയാണെങ്കിൽ പുഞ്ചിരിയോടെ വേളി എന്നോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ രാമായണത്തിലെ കുറിച്ച് ഞാൻ കണ്ട കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ പിതൃസ്നേഹം, മാതൃസ്നേഹം. ശ്രീരാമന് 3 അമ്മമാരാണ്. ആ 3 അമ്മമാരിന് തുല്യമായിട്ടാണ് കാണാറുള്ളത്. അതുപോലെ സഹോദര സ്നേഹം. രാമൻ മറ്റ് സഹോദരങ്ങളെ സ്നേഹിക്കണ പോലെ അധികാരം ലഭിക്കും എന്ന് കരുതിയിട്ടും ഭരതൻ ശ്രീരാമന് പകരം സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. സിംഹാസനത്തിൻ്റെ ചുവട്ടിൽ രാമൻ്റെ പാതകം വെച്ചിട്ടാണ് രാജ്യം ഭരിച്ചിട്ടുള്ളത്. രാമന് പകരക്കാരനായിട്ട് ഭരിച്ചിട്ടുള്ളത്, അല്ലാതെ മഹാരാജാവായിട്ട് ഭരിച്ചിട്ടില്ല. 14 വർഷമൊക്കെ കിട്ടിയിട്ട് രാജാധികാരം തട്ടിയെടുക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സഹോദര സ്നേഹം. അതുപോലെ ലക്ഷ്മണൻ എപ്പോഴും പുറകെ നടക്കും. അതുപോലെ ഭരതൻ്റെ ഒപ്പം ശത്രുഘ്നൻ എപ്പോഴും ഒരു കൂട്ടയിടും. അതുപോലെ സീതാദേവിയുടെ ത്യാഗമായാലും ഊർമിളാദേവിയുടെ ത്യാഗമായാലും ശത്രുഘ്നൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ശ്രുതി എന്താണ്, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അവരുടെ ത്യാഗം അവസാനം കൈകേയിക്ക് പോലും തൻ്റെ തെറ്റ് തിരിച്ചറിയാവുന്ന തരത്തിലുള്ള രീതിയിലേക്ക് വരുന്നു. പിന്നെ എല്ലാവരും പറയുക രാമൻ്റെ സീതാ പരിത്യാഗത്തെക്കുറിച്ചിട്ടാണ് കുറ്റം പറയുക. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വാക്ക് കേട്ടിട്ടുള്ളത്, രാജാവായ ശ്രീരാമൻ രാജ്ഞിയായ സീതേനെ മാത്രമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ. അതേസമയം ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് സ്വന്തം ഭാര്യയായിട്ടുള്ള സീതേനെ രാമനെ ഉപേക്ഷിച്ചിട്ടില്ല. സീതാ പരിത്യാഗം കഴിഞ്ഞ് അല്ലെങ്കിൽ സീതാ ദേവീനെ ഉപേക്ഷിക്കപ്പെടേണ്ട അവസ്ഥ തൊട്ടിട്ട് ശ്രീരാമൻ ഒരിക്കലും സന്തോഷത്തോടെ, വ്യക്തിപരമായി സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല. രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും ധർമ്മത്തിനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവ് ജനങ്ങൾക്ക് മാതൃകയാവണം എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ രാജ്ഞിയായ സീതനെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ സീതയുടെ ദുഃഖത്തെക്കുറിച്ചിട്ട് ഒരുപാട് വിമർശനങ്ങൾ രാമായണത്തിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് യാതൊരു വാസ്തവവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയ്ക്കധികം ശ്രീരാമൻ സ്വന്തം ഭാര്യനെ സ്നേഹിച്ചിരുന്നു എന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. ഇതുപോലെ രാജ്യസ്നേഹം, അതുപോലെ പ്രജകളോട് ഉള്ള സ്നേഹം, അതായത് പണ്ഡിതനോ പാമരനോ ദരിദ്രനോ സമ്പന്നനോ ഒന്നും വ്യത്യാസമില്ലാതെ, എന്തിനു പറയുന്നു, ഏറ്റവും കൂടുതൽ ഹിന്ദു പുരാണത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു പുരാണത്തിൽ തന്നെ ഉള്ള സന്യാസി വിഭാഗങ്ങളുണ്ട്. അവരെന്നെ ചക്രവാകെന്ന അങ്ങോട്ടാ പറയും. അവരെ 14 വർഷം കഴിഞ്ഞിട്ട് ശ്രീരാമൻ വന്നപ്പോൾ ആദ്യം കാണാൻ ശ്രമിച്ചത് ഈ ശ്രീരാമന് വിമർശിച്ച, ശ്രീരാമൻ്റെ എല്ലാ കാര്യങ്ങളും വിമർശിച്ച ആ ചക്രവാകം സന്യാസിമാരെ തന്നെയാണ് ആദ്യം കാണാൻ പോയത്. അവരും എൻ്റെ പ്രജകളാണ്, അവരേനും
എനിക്ക് സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ടെന്നാണ് അന്ന് ശ്രീരാമൻ അതിനെക്കുറിച്ച് പറഞ്ഞ വാക്ക്. ഇങ്ങനെ ഈ ഹിന്ദു മതത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു നീതിശാസ്ത്രമാണ് രാമായണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഈ എളിയ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ്.